ഏറ്റവും വലിയ കപ്പാസിറ്റി അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പനികൾ ഡയറക്ട് സെയിൽ എന്നും പറഞ്ഞ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു 1, 2, 3, 4 വർഷം വരെ പോയ കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഇൻകം പ്ലാന്റെ പ്രത്യേകത കൊണ്ട് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഇൻഡസ്ട്രിക്ക്. ആ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് ഈ 2ഉം 3ഉം കഴിഞ്ഞ് 11ാമത്തെ വർഷം നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ വലിപ്പം അല്ലെങ്കിൽ ഇതിന്റെ വില നമ്മൾ ആദ്യം അറിയണം. ഞാൻ അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞ ശേഷം നമ്മുടെ സെഷനിലേക്ക് കടക്കാം. ഞാൻ എന്നെ പരിചയമില്ലാത്തവർക്ക് കൊണ്ട് വേണ്ടി, കാരണം എന്നെ ബാബു സാർ വിശദമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം പല വ്യക്തികളും ഇന്നും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ധനുഷ് മാധവനല്ല, എന്നെ കൊണ്ട് പറ്റുമോന്ന്. ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. തുടക്കത്തിൽ ഞാൻ ചിന്തിച്ച അതേ കാര്യം ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാറുണ്ട്. ശരിക്കും 2022 ജനുവരി മുതൽ ജൂൺ വരെ നമ്മുടെ ഫിക്കിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇന്ത്യൻ ബഡ്ജറ്റ് പോലും ഫൈനലൈസ് ചെയ്യുന്ന ഫിക്കിയുടെ ആഭിമുഖ്യത്തിൽ IDSA ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു പഠന റിപ്പോർട്ട് പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. ഇത് ഏകദേശം 6 മാസം കൊണ്ട് 55 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ചെയ്യുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിലേക്ക് 6 മാസം കൊണ്ട് കടന്നു വന്നത്. 6 മാസം കൊണ്ട് 55 ലക്ഷം പേര് വരിക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 30,000-ഓളം ആൾക്കാരാണ്. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇത്രയധികം ആൾക്കാർ ഈ മേഖല സെലക്ട് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അതിന് ഒരുപാട് റീസൺസ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഞാൻ അതിലേക്ക് ഡെപ്തുകൾ കടക്കുന്നില്ലെങ്കിലും ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിലാണ് ഞാൻ അതിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ PSC പഠിച്ച പലരും ഇരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ചിലപ്പോൾ ഉത്തരം അറിഞ്ഞേക്കാം അല്ലെ? അധികം ആൾക്കാരും പറയാൻ പോണ ഉത്തരവും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടാൻ പോണ ഉത്തരം ഇന്ത്യൻ റെയിൽവേ ആണ്. ആ ഇന്ത്യൻ റെയിൽവേയില് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ടോട്ടൽ ജനങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ എണ്ണം 13 ലക്ഷത്തിൽ താഴെയാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം 6 മാസം കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് 55 ലക്ഷം പേര് വരുന്നതിന്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയാൻ. സോ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇൻഡസ്ട്രി തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ മേഖലയിൽ കടന്നു വരുന്നതിന് മുൻപ് ബേസിക്കലി പഠിച്ചത് ഈ മേഖലയ്ക്ക് ആവശ്യമായ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസോ അല്ല. ഞാൻ പഠിച്ചത് വേറൊരു മേഖലയായിരുന്നു. ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ആയിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തത്, പ്രൊഫഷണൽ കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് കൊച്ചിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. എന്റെ വീട് വരുന്നത് കോഴിക്കോട് കുന്നമംഗലം അടുത്ത് കുരുവട്ടൂരാണ്. ബാബു സാറും സാറൊക്കെ എന്റെ വീട്ടിൽ വന്ന ആൾക്കാരാണ്. അപ്പോ എന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. വീട്ടില് അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷം ആവുന്നു. അച്ഛൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റായിരുന്നു, ഗസ്റ്റ് ഓഫീസർ ആയിരുന്നു. അമ്മ ടീച്ചർ ആയിരുന്നു. വീട്ടില് വൈഫ്, ആൾക്കും എന്താ പറയാ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആള് കഴിഞ്ഞത് BTech ആണ്. 2 മക്കളുണ്ട്. ഇതാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുമ്പോ ഒരുപക്ഷെ തുടക്കത്തില് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ എല്ലാവരുടെയും മെന്റർ ശ്രീ ബെന്നി സാറാണ്. അദ്ദേഹത്തോട് നന്ദി പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താണ് എന്റെ ജീവിതാവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല ഞാൻ കൂടെ നിന്നത്. കാരണം അദ്ദേഹത്തിന് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചു, ഞാൻ കൂടെ കയറി നിന്നു. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങളല്ല പറഞ്ഞത്. ഉൾക്കൊള്ളാൻ പറ്റാവുന്ന കാര്യം പറഞ്ഞതിൽ എനിക്ക് ഓർമ്മ വന്നത് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ കാര്യമാണ് അല്ലെ? അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ്, പേസ്റ്റ്, ഷാമ്പു, ഹെയർ ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ. അത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത ആരും ഈ മീറ്റിംഗിലും പങ്കെടുക്കുന്നില്ല. നമ്മുടെ ഒന്നും പരിചയത്തിലും കുടുംബത്തിലും ഇല്ല കാണും അല്ലെ? പേസ്റ്റ് ഉപയോഗിക്കാത്ത ആരും ഇല്ല. സോ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. പ്രൊഡക്ട്സ് കൊള്ളാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഇവിടുത്തെ ഒരു വരുമാന മാർഗം പറഞ്ഞു, അല്ല ഒരു വരുമാനത്തിന്റെ ഒരു അവസ്ഥ പറഞ്ഞു. ഒരാഴ്ചയിൽ
എത്ര വരെ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ? അത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഒരാഴ്ചയിൽ 2,10,000 കിട്ടും അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ഞൊട്ടുന്ന, കിട്ടുന്നല്ല. അത് പറഞ്ഞതിന് കാരണമുണ്ട്. കാരണം ഞാൻ ചിന്തിച്ച രീതി എന്താന്ന് പറഞ്ഞുതരാം. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ ചിന്തിച്ചത്. കാരണം ഞാൻ ചിന്തിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞു, LKG UKG അടക്കം 12 വർഷം കഴിഞ്ഞു, +2, അത് കഴിഞ്ഞിട്ട് ടൂളാൻഡ് എഞ്ചിനീയറിംഗ്, അതും കഴിഞ്ഞ് ഞാൻ 6 വർഷത്തോളം കൊച്ചിയിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയിട്ടാണ് ഞാൻ അവിടെ എംപ്ലോയി ആയി മാറുന്നത്. സോ ജീവിതത്തിൽ ഏകദേശം 20 വർഷത്തിനടുത്ത് പഠിക്കാനും പ്രവർത്തിക്കാനും വേണ്ടി മാറ്റി വെച്ചിട്ട് ഒരൊറ്റ മാസം കിട്ടുന്ന എത്രയാണെന്ന് എനിക്കറിയാം. എന്റെ വരുമാനം എനിക്കറിയാം. അപ്പോഴാണ് എന്റെ സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, സാധാരണ സ്ഥിരമായിട്ട് ചെയ്യുന്ന അതേ കാര്യം ചെയ്തിട്ട്, അതായത് കുറച്ച് സോപ്പ് പേസ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു, ഒന്ന് ബ്രാൻഡ് നെയിം മാറ്റണം, അതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആവശ്യം. അത് എന്നെ കൊണ്ട് നടക്കും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം നമ്മുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക, 1-2 പേരെ നിന്ന് പരിചയപ്പെടുത്തുക, പിന്നെ അവരെ സഹായിക്കാൻ കൂടെ നിൽക്കുക. ഇത്രയും സിമ്പിളായ ഒരു കാര്യം ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വരുമാനം കിട്ടുക എന്ന് പറയുന്നത് അന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പാർട്ട്, ആഴ്ചയിൽ 2-10 കിട്ടുന്നു എന്ന കാരണം കൊണ്ട് തന്നെ തുടക്കത്തിൽ ഈ മേഖലയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞ യാഥാർത്ഥ്യം. ഇനി ഒരു കാര്യം കൂടെ പറയാം. വരുമാനത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല ശ്രദ്ധ കൊടുക്കാതിരുന്നത്, ആരും തെറ്റിദ്ധരിക്കരുതേ. കാരണം ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സാധാരണ പറയാനുള്ള ഒരു കാര്യമാണ് അല്ലെ? അതായത് ഇപ്പോ സ്ത്രീകൾ, ലേഡീസും കൂടുതലുണ്ട്, ജെൻസ് എല്ലാവർക്കും അറിയാം. ഉറുമ്പിന് മധുരം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അല്ലെ? ഇപ്പൊ അടുക്കളയിലോ എവിടെയെങ്കിലും ഒരിത്തിരി പഞ്ചസാര വീണ് പോയാൽ മതി, ഉറുമ്പ് വരിവരിയായിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകും. എന്നാൽ ഇതേ ഉറുമ്പിന്റെ തലയിലേക്ക് ഒരു ലഡു വെച്ചു കൊടുത്താലോ? അതാണ് സത്യം പറഞ്ഞാല് ഒരാഴ്ചയിൽ 2,10,000 എന്ന് കേൾക്കുമ്പോൾ തുടക്കത്തിൽ ഒരാൾക്ക് സംഭവിക്കുന്നത്. പെട്ടെന്ന് ദഹിക്കില്ല, ഉൾക്കൊള്ളില്ല അല്ലെ? എനിക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഇത് എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാൻ പോയിട്ടുമില്ല. ഇത് നടക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്റെ അനുഭവങ്ങൾ വെച്ചാണ് ഈ ഇൻഡസ്ട്രിയെ വിലയിരുത്തിയത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വരണം അല്ലെ? ഇനി ഞാൻ പറഞ്ഞ വരുമാനം ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഇത് എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ളൊരു ധാരണയിൽ മാറി നിന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എന്താണെന്ന് നമ്മൾ ആദ്യം അറിയണം. ഇന്ന് ലോകത്ത് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും അവരുടെ വരുമാനം ഉയർത്താൻ ചെയ്യുന്ന സെയിം ലോജിക്കാണ് നമ്മുടെ കമ്പനിയും ചെയ്യുന്നത്, മലേഷ്യ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതാണ് വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി എന്ന് പറയും. നമുക്കറിയാം, ലോകത്ത് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, അല്ലെ പണിയെടുക്കണം. കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ വരുമാനം കിട്ടും അല്ലെ? ഇപ്പൊ നമ്മള് ഉദാഹരണം പറയാം. ഞാനൊരു എംപ്ലോയി, ഒരു ഓട്ടോ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഞാൻ പെയിന്ററാണ്. എന്റെ വീട്ടിൽ എനിക്കൊരു അത്യാവശ്യം വന്നു, കുറച്ച് പണത്തിന് കൂടുതൽ ആവശ്യമുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, സാധാരണ 8 മണിക്കൂർ ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ 10 മണിക്കൂർ ആക്കേണ്ടി വരും അല്ലെ? ഓവർ ടൈം എടുക്കേണ്ടി വരും എന്ന് പറയും നമ്മള്, അല്ലെ 12 മണിക്കൂർ ഓടിക്കേണ്ടി വരും. അതായത് കൂടുതൽ പ്രവർത്തിച്ചാൽ കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ളത് ലോക നിയമമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജോലി ചെയ്യുന്നതിന് എന്നും ഒരു പരിമിതി ഉണ്ട്. ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് ഒരു ദിവസം മാക്സിമം ജോലി ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10-16 മണിക്കൂർ. ഇനി കൂടി വന്നാൽ പ്രായോഗികം അല്ലെങ്കിൽ കൂടി 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമെന്ന് വേണം നമുക്ക് പറയാം. 24 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജോലി ചെയ്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയാം അല്ലെ? സാധ്യമല്ല. ഇനി അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ എത്ര വരെ പോകുന്നു നമുക്കറിയാം, എന്തായിരിക്കും അടുത്ത അവസ്ഥ എന്ന് പറയാം. പക്ഷെ ഇവിടെ ബിസിനസ് ഇൻഡസ്ട്രിയിൽ, ബിസിനസ് വേൾഡിൽ നമുക്ക് കൂടുതൽ ആൾക്കാരെ വെച്ച് പ്രവർത്തിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വർക്കിംഗ് അവർ കൂട്ടാൻ പറ്റും. വർക്കിംഗ് അവർ കൂടിയാൽ വരുമാനം കൂടും എന്നുള്ളത് മറ്റൊരു ലോക നിയമമാണ്. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യവും. സോ ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ വർക്കിംഗ് അവർ കൂട്ടണമെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനായ മുകേഷ് അംബാനി, അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തത്, ഇപ്പൊ കഴിഞ്ഞ മുന്നത്തെ മാസം അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടന്ന എല്ലാവരും വാട്സാപ്പിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? എത്ര രൂപ ചെലവാക്കിയെന്നും എല്ലാവർക്കും അറിയാം അല്ലെ? വാട്സാപ്പും പത്രമൊക്കെ വായിക്കുന്നതുകൊണ്ട് എല്ലാവരും അറിയും കാര്യങ്ങളൊക്കെ. ഇതേപോലെ അദ്ദേഹത്തിന്റെ വിവാഹ വാർഷികത്തിനും അദ്ദേഹം ഒരു ഗിഫ്റ്റ് കൊടുത്തത് ലോകത്തെ ചർച്ചയായിരുന്നു. ഇപ്പൊ കല്യാണത്തിന് ചെലവാക്കിയത്ര നിങ്ങൾ കണ്ടു അല്ലെ? അദ്ദേഹം അന്ന് വിവാഹ വാർഷികത്തിന് കൊടുത്ത ഗിഫ്റ്റ്
പല ആൾക്കാർക്കും അറിയാം, പത്രവാർത്ത ആയതുകൊണ്ട് തന്നെ. കൊടുത്തത് ഒരു എയർക്രാഫ്റ്റ് ആണ്, ഒരു വിമാനമാണ് ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത്. ഈ വിമാനം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് നിർത്തിയിടാൻ പറ്റുമോ? അത് നിർത്തിടാൻ ഇന്ത്യയിൽ നിർബന്ധമായിട്ടും എയർപോർട്ടിന് മണിക്കൂറുകൾക്ക് വാടക കൊടുത്തിട്ട് വേണം സാധനം വാങ്ങിയിടാൻ. ഒന്ന് ചിന്തിച്ചു നോക്കുക എന്താണ് അവസ്ഥ എന്നുള്ളത്, അല്ലെ? അതായത് സ്വന്തം വീട്ടിൽ കൊണ്ട് നിർത്തിടാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും എയർപോർട്ട് അതോറിറ്റിക്ക് അതിന് ലെവി കൊടുക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹം നമ്മളെപ്പോലെ വ്യക്തിയല്ലേ, അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും പോലെ 2 കാലും 2 കൈയും 2 കണ്ണുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു? നമ്മളും പ്രവർത്തിക്കുന്നുണ്ട്, അദ്ദേഹം എഫേർട്ട് എടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ എഫേർട്ട് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇത്തരം വലിയ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെ? ഈ വലിയ പണം ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ സയൻസ് നമ്മൾ അറിയണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിംഗ് അവർ മൾട്ടിപ്ലിക്കേഷൻ തിയറി. എത്ര കൂടുതൽ ആൾക്കാരെ വെച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഇൻകം വലുതായിരിക്കും. സോ കൂടുതൽ ആൾക്കാരെ നമ്മളുടെ ടീമിലേക്ക് കൊണ്ടുവന്ന് അവരെ പ്രവർത്തിപ്പിക്കാൻ പറ്റുമ്പോഴാണ് നമ്മുടെ വർക്കിംഗ് അവർ കൂടുന്നതും അത് വലിയ വരുമാനത്തിലേക്ക് മാറുന്നതും. എന്തുകൊണ്ട് മുകേഷ് അംബാനിക്ക് ഇത് പറ്റുന്നു, അല്ലെ നമുക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. റിലയൻസ് ഇൻഡസ്ട്രീസിന് വേണ്ടി നേരിട്ടോ അല്ലാതെയോ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഏകദേശം ഒരു 4 ലക്ഷത്തോളം എംപ്ലോയീസ് ആണ്. ഈ 4 ലക്ഷം പേര് ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ അദ്ദേഹത്തിന്റെ വർക്കിംഗ് അവർ 40 ലക്ഷമാണ് ഒരു ദിവസം. എന്നാൽ സാധാരണക്കാരൻ ഒരാഴ്ച മുഴുവൻ ജോലി ചെയ്താൽ അതിന്റെ വളരെ ചെറിയൊരു അംശം വർക്കിംഗ് അവർ പോലും ഉണ്ടാക്കാതെയാണ് മരണം അടഞ്ഞു പോകുന്നത്. ആ വ്യത്യാസമാണ് അദ്ദേഹത്തിന്റെ വരുമാനത്തിലെ വ്യത്യാസം. സോ വർക്കിംഗ് അവർ കൂട്ടേണ്ടതിന്റെ അത്യാവശ്യത നമ്മൾ അറിയാം. ഇനി ഞാൻ ഇത് കൂട്ടാൻ നമുക്കൊരു അത്ഭുതം, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, നമുക്ക് ഇൻഡസ്ട്രിയിൽ നമുക്ക് എത്ര കൂടുതൽ ആൾക്കാരെ വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പറയുന്ന, നമ്മളൊരു ടീം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്ഷൻ അല്ലെങ്കിൽ ഒരു എതിരഭിപ്രായം എന്തൊക്കെയാണ്? നമ്മളൊരാളെ കാണുമ്പോൾ, നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന ഒബ്ജക്ഷൻ എന്തൊക്കെയാണെന്ന് എനിക്ക് 1-2 പേരുടെ മറുപടി ഒന്ന് കേട്ടാൽ കൊള്ളായിരുന്നു. സുജന മാഡം. ഓക്കെ, ആദ്യം പറയാം. ഇപ്പൊ എല്ലാം കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുപോലെ പൈസ ഇല്ല. ഓക്കെ, താങ്ക് യു. പൈസ ഇല്ല എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിലാണ് ആൾക്കാർ ആദ്യം സ്റ്റക്ക് ആവാറ്, അല്ലെ? സത്യം പറഞ്ഞാൽ ഞാനും തുടക്കത്തില്, താങ്ക് യു മാഡം, ഞാനും തുടക്കത്തില് ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനും ആദ്യം സ്റ്റക്ക് ആയിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു കാര്യം, പ്രൊഡക്റ്റ് ഒക്കെ കൊള്ളാം, നല്ല ക്വാളിറ്റി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ സാധനത്തിന് ഭയങ്കര വിലയാണ്. അതാണ് ഞാനും കൂടുതലായിട്ട് കേൾക്കാറ്. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ ഒന്ന് കാണിക്കുന്നുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് കാണാമോ? യെസ് സർ. ഓക്കെ. ശരിക്കും പറഞ്ഞാല് ഈ ഇൻഡസ്ട്രിയിൽ 2 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന് വിൽക്കുന്നവനുണ്ട്, 2 വാങ്ങുന്നവനുണ്ട്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പനി 11ാമത്തെ വർഷം അല്ലെ കംപ്ലീറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ചില കമ്പനികൾ 1, 2, 3 വർഷം കൊണ്ട് പോകുന്നത് എന്നുള്ളതിന്റെ കാരണം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ബിസിനസ് അടിസ്ഥാന നിലനിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേർക്കുമുള്ള ബെനിഫിറ്റിനെ അപേക്ഷിച്ചിട്ടാണ് ആ കമ്പനി കാലാകാലം നിലനിൽക്കോ അല്ലെങ്കിൽ കുറച്ച് നാൾ ഉണ്ടാവോ എന്നുള്ളത് നോക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, വിൽക്കുന്നവനും ഗുണം വേണം, വാങ്ങുന്നവനും ഗുണം വേണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചില കമ്പനികൾ വിൽക്കുന്നവന് ഭയങ്കര നേട്ടമായിരിക്കും. അങ്ങനത്തെ കമ്പനികൾ നാട്ടിൽ വരാറുണ്ട്. അത് അവന്റെ എന്താ പറയാ, ആ വിൽക്കുന്നവന്റെ വാഹനം എടുത്ത കഥയും അവന്റെ നേട്ടങ്ങളുടെ കഥയും വരുമാനത്തിന്റെ കഥയും മാത്രമായിരിക്കും ഹൈലൈറ്റ്. വാങ്ങുന്നവനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വാങ്ങുന്നവന് വ്യക്തമായിട്ട് അറിയാം അവന്റെ പോക്കറ്റിലെ പണം നഷ്ടപ്പെട്ട സ്ഥിതിയാണുള്ളത്. ഇനി വേറെ ചില കമ്പനിയിൽ വാങ്ങുന്നവന് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല, വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല, എന്നാൽ വിൽക്കുന്നവന് വലിയ മെച്ചം ഉണ്ടാവില്ല. അവരെന്നും ഒരേ ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് ഇതൊരു ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുമൊന്നുമില്ല. ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അങ്ങനത്തെ കമ്പനികൾ നാട്ടിലുണ്ട്. എന്നാൽ അവിടെയാണ് നമ്മുടെ കമ്പനിയുടെ വിൽക്കുന്നവരുടെ നേട്ടങ്ങൾ മനസ്സിലാക്കാൻ ഞാനിപ്പോ അതിന്റെ വീഡിയോയിലേക്ക് പോണില്ല. ഇപ്പൊ നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും
എന്താ പറയാ, നമ്മുടെ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് നടന്ന ചില പ്രോഗ്രാമുകളുടെ ഒക്കെ പവർ അല്ലേ. ഇനി വാങ്ങുന്നവന്റെ നേട്ടങ്ങൾ എന്താ നോക്കാം. മുൻകാല ദുരനുഭവങ്ങളിലൂടെ സമൂഹത്തിലെ എല്ലാവരുടെയും ഉള്ളിൽ അറിയാതെ ആയിരുന്ന ഒരു ചിന്തയാണ് ഇപ്പോ അധിക ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാനിപ്പോ എഴുതി കാണിക്കുന്ന കാര്യം. ഇത് കാണാമല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ചില ആൾക്കാർ പറയും 20 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് വിപ്പിച്ചിട്ട് ലീഡേഴ്സിന് കൊടുക്കുന്ന, വരുമാനം കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഇൻഡസ്ട്രി എന്ന് പറയും. വേറെ ചില ആൾക്കാർ പറയും നിത്യചിത്ത എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണെന്ന് പറയും. എന്നാൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഏതെങ്കിലും നമ്മുടെ കമ്പനിയുമായിട്ട് യോജിക്കുന്നതാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അല്ലേ. സ്ക്രീനിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ വായിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആരുമില്ല അല്ലേ? ഞാൻ മലയാളത്തിൽ എഴുതിയോണ്ട് പിന്നെ ഞാൻ അതിന് കൂടുതൽ വായിക്കുന്നില്ല, നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്ത കാര്യമാണ്, നമ്മളൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഓതന്റിക് എവിഡൻസ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരാൾക്കും നമ്മളെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പക്ഷെ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു സ്റ്റേജ് ഞാനൊന്ന് പറയാം, ഒരു ഘട്ടം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഈ അവസരം പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ പറയുന്ന ആൾക്കാർ എന്താണ് പറയുന്നത് എന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആരാണ് പറയുന്നത് എന്നതിനാണ്. ഞാനും തുടക്കത്തിൽ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എൻ്റെ ചേട്ടൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോൾ, ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാണ്. വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ബാക്കിൽ ചേട്ടനുണ്ട്. അപ്പൊ ആളോട് ഞാൻ പറഞ്ഞപ്പോ, ഞാൻ ആ ചേട്ടൻ എന്നെ ചെറുപ്പം മുതൽ കാണുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാ, ഞാൻ ഈ പറയുന്ന കാര്യത്തിലല്ല ആള് ശ്രദ്ധിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ധനുഷ് പറയുന്നു എന്നുള്ള രീതിയിലാണ്. ഈ ആശയത്തിന്റെ വില അദ്ദേഹം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സ്റ്റിൽ അദ്ദേഹം എന്റെ കൺസ്യൂമർ ആണ് കേട്ടോ, ആളെന്റെ കസ്റ്റമർ ആണ്. തുടക്കത്തിൽ അദ്ദേഹം ബിസിനസ് വന്നിട്ടില്ല, ഇപ്പൊ എന്താ പറയാ കുറച്ച് വിട്ട് തന്നെ പോകുന്നതും പ്രൊഡക്റ്റുകൾ സ്ഥിരമായിട്ട് വാങ്ങും. അദ്ദേഹം ഒരിക്കൽ വൂണ്ട് ഹീലിംഗ്, ആൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം വൂണ്ട് ഹീലിംഗ് അവിടെ കൊടുത്തപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചത്, അദ്ദേഹം വൈഫും കൊണ്ട് എന്നോട് ചോദിച്ചത്, ഇതില് ഫെവിക്കോൾ ഉണ്ടോന്ന് ചോദിച്ചത്. കാരണം ഷുഗർ പേഷ്യൻസിന് മുറിവുണ്ടായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം. ആൾക്കൊരു പശുവിന്റെ ആല ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രാവശ്യം പശുവിനെ കുളിപ്പിക്കുന്ന സമയത്ത് പശുവിനെ ചവിട്ടി കാലിന്റെ നഖം ഒന്ന് പറഞ്ഞു പോയി. അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് തേച്ച് കിട്ടിയ റിസൾട്ട് കിട്ടിയപ്പോ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞത് ഫെവിക്കോൾ ഉണ്ടോന്ന്. സോ ആളെന്നെ കൺസ്യൂമർ ആണ്. പക്ഷെ തുടക്കത്തിൽ അദ്ദേഹം വിചാരിച്ച കൊടുത്തൊരു വില അല്ല ഈ വ്യവസായത്തിൽ നിന്നുള്ളത് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് എന്താണ് പറയുന്നത് എന്നേക്കാൾ കൂടുതൽ ആൾക്കാർ ആരാണ് പറയുന്നതിന് അനാവശ്യമായിട്ട് വില കൊടുക്കും. അവിടെയാണ് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇതില് അതുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റമറെ കാണുമ്പോൾ നമ്മൾ തെളിവുകൾ വെച്ച് സംസാരിക്കുന്നത് റിസൾട്ട് കൊണ്ടുവരാൻ കൂടുതൽ സഹായകമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നൽകുന്ന അത്രയും വിലക്കുറവ് ഇന്ത്യയിലെ മറ്റൊരു കമ്പനിയും നൽകുന്നില്ല. ഒരുപക്ഷെ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലോ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരാൾക്കും ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആത്മാർത്ഥമായിട്ട് വായിക്കാൻ പറ്റണമെന്നില്ല, അല്ലെ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അവിടെയാണ് നമ്മുടെ ഈ ഫയൽ നമ്മൾ ഒന്ന് ഓടിച്ച് നമുക്കൊന്ന് ഇതിലൂടെ കടന്നു പോവാം. ശരിക്ക് നമ്മുടെ നാട്ടിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് നോൺ രജിസ്റ്റേർഡ് കസ്റ്റമറും ഉണ്ട്, ML രജിസ്റ്റേർഡ് കസ്റ്റമറും ഉണ്ട്. നോൺ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് ഒരു ഉൽപ്പന്നം കിട്ടുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് MRP ആണെങ്കിൽ, രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് ഉൽപ്പന്നം കിട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനാണ്. ഞാൻ അതിന്റെ ഒന്ന് കാണിക്കാം. ഒരുപക്ഷെ കോമൺ ആയിട്ട് ഇന്ന് നമ്മളെല്ലാവരും വീടുകളിൽ, ഒരുപക്ഷെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും വീടുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനുഫാക്ചറിംഗ് ഡേറ്റ് 01/23. ഇപ്പൊ അതിന്റെ വില അതിൽ കൂടുതലേക്ക് അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. പോട്ടെ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള തെളിവ് വെച്ച് സംസാരിക്കാം. 105 രൂപയാണ് 500 ml. ഇനി ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. ഇത് 500 ml വില വരുന്നത് 100 രൂപയാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഒരു രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് കിട്ടുന്ന വില, അതായത് നിങ്ങളെ MRP താരതമ്യപ്പെടുത്തി പോയി നോക്കിക്കഴിഞ്ഞാൽ പോലും 5 രൂപ നമുക്ക് ലാഭമാണ്.
എന്നാൽ ഒരു രജിസ്ട്രേഡ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് ലഭിക്കുന്നത് 75 രൂപയ്ക്കാണ്. എന്നാലും നമ്മുടെ നാട്ടുകാർ എന്താ പറയുന്നത്? സുജന മാഡം നേരത്തെ പറഞ്ഞു അല്ലെ, വില കൂടുതലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ഉൽപ്പന്നത്തിനാണോ അതോ മാർക്കറ്റിലെ കോമൺ പ്രൊഡക്റ്റിനാണോ വില കൂടുതൽ എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് നിലവിലുള്ള ബ്രാൻഡിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കിട്ടാൻ പോകുന്ന ലാഭം എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. 30 രൂപയോളം കസ്റ്റമർക്ക് ലാഭമാണ് അല്ലെ. ശരിക്കും 30 രൂപ എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഒരു പാക്കറ്റ് പാലും വാങ്ങാൻ വേണമെങ്കിൽ 2 രൂപയുടെ മിഠായും കിട്ടും. എന്നാൽ അവന്റെ മക്കൾ കഴിക്കേണ്ട ഈ ഭക്ഷണം കാലാകാലമായിട്ട് അനാവശ്യമായി അദ്ദേഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോമൺ ആയിട്ട് പല വീടുകളിൽ ഉപയോഗിക്കുന്ന നമ്മുടെ പാത്രം കഴുകാനുള്ള ഉൽപ്പന്നമാണ് അല്ലെ. ദെൻ ഇത് മറ്റൊരു ബ്രാൻഡാണ്, ഇത് നമ്മുടെ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൈകളിൽ, അത് ചില ആൾക്കാരുണ്ട് കൈയിന്റെ അടിയിൽ തോലൊക്കെ പൊളിയുന്ന ആൾക്കാർ. അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയാ, പിന്നെ അവർ കാലാകാലം നമ്മുടെ കൺസ്യൂമർ ആയിരിക്കും. ദെൻ നിങ്ങൾ ഇതിന്റെ ഈ ഒരു ചാർട്ടിൽ നോക്കിയിട്ട് ഏറ്റവും വിലക്കുറവ് ഏതിനാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക അല്ലെ. കണ്ട കാഴ്ചക്ക് തന്നെ കസ്റ്റമർ പറയും 119 രൂപയുള്ള പ്രില്ലിനാണ് വില കൂടുതൽ എന്ന് പറയും. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഭാഗം ഒന്ന് കാണിക്കാം. ഇതൊരു മാർക്കറ്റിംഗ് തല വർക്ക് ചെയ്താണ്. അവർ കണ്ടോ, ചെറുതാക്കി അടിച്ചിട്ടുണ്ട് 425 ml അല്ലെ. എന്നാ നമ്മുടെ ബാക്കി പ്രൊഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് 500 ml ആണ്, നമ്മുടേതും 500 ml ആണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 75 ml കുറച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ 11 രൂപ കുറച്ചിട്ട് കസ്റ്റമറെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് ഒരു ഉപഭോക്താവ്, ഇപ്പൊ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി 3 കുപ്പിയും ഷെൽഫിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയുടെ വലിപ്പം സെയിം ആയിരിക്കുമല്ലോ, നമ്മൾ പോയിട്ട് കുപ്പി എടുത്ത് നോക്കും. അപ്പൊ ആദ്യം വിലയാണ് കസ്റ്റമർ നോക്കുക, അളവല്ല. അപ്പോ 119, ബാക്കിയുള്ളതിനൊക്കെ വില കൂടുതലാണ് അല്ലെ. അപ്പൊ ആള് പറയും. പക്ഷേ ഏറ്റവും വിലക്കുറവെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഉൽപ്പന്നത്തിനാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും വില കൂടുതൽ. അതുകൊണ്ട് പ്രിൽ എന്ന ബ്രാൻഡിനെ നമുക്കൊന്ന് മാറ്റി നിർത്താം. നമുക്ക് തൽക്കാലം വിമ്മും നമ്മുടെ ബ്രാൻഡും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. കാരണം രണ്ടും 500 ml ആണ്. അതിൽ ഏതിനാണ് വില കൂടുതൽ? അതാണല്ലോ നേരത്തെ സുജിര മാഡം പറഞ്ഞത് അല്ലെ, നമ്മുടേനാണ്. കസ്റ്റമേഴ്സ് വളരെ സന്തോഷത്തോടെ ഈ ചോദ്യം ചോദിച്ചാൽ പറയും അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ വില കൂടുതൽ എന്ന് പറയും അല്ലെ. എന്നാൽ ഇപ്പൊ 150 രൂപയാണ് കൂടുതൽ. നമ്മൾ അവിടെ തൊട്ടടുത്ത് ഒരു കോളം കൊടുത്തിട്ടുണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലെ. ആ ടൈപ്പിന്റെ കോളം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ പ്രില്ലിനോ വിമ്മിനോ ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് 2x എഴുതിയിട്ടുണ്ട്. ഞാനത് ഒന്ന് ലൈവായിട്ട് കാണിക്കാം. ഇപ്പോ പ്രില്ലിന് ഒന്നും എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ വിമ്മിനും എക്സ് സ്പെസിഫൈഡ് അല്ല. എന്നാൽ നമ്മുടെ പ്രൊഡക്റ്റിന് 2x കാണിച്ചിട്ടുണ്ട്. ഈ 2xന്റെ അർത്ഥം ഇതാണ്, ഇത് കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്, ഗാഠരായനിയാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപ് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യണം, നേർപ്പിക്കണം. ആ ചേർക്കാൻ എടുക്കേണ്ട വെള്ളത്തിന്റെ അളവാണ് 2x എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് x അളവിൽ നമ്മുടെ പ്രൊഡക്റ്റ് ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതില് 2x വെള്ളം ചേർക്കണം. അതായത് ഒരു മൂടി പ്രൊഡക്റ്റ് എടുത്താൽ 2 മൂടി വെള്ളം ചേർക്കണം, ടോട്ടല് 3 മൂടിയായി മാറും അല്ലെ. അപ്പോ എന്നാൽ ഇത് രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് കിട്ടുന്നത് 115 രൂപയ്ക്കാണ്. ഇപ്പൊ ഞാനിതൊരു ഫിസിക്കൽ മീറ്റിംഗ് അല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അപ്പൊ എത്ര രൂപയാണ് ശരിക്കും നിലവിലുള്ള ബ്രാൻഡിൽ നിന്നും നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ എത്രയാണ് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ചിലപ്പോൾ പല ഉത്തരങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് 500 ml വാങ്ങി 115 രൂപയ്ക്ക് നമ്മൾ വാങ്ങി. അതില് നമുക്കറിയാം ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി 2,500 അതായത് 1000 ml കൂടെ ചേർക്കാം. ടോട്ടൽ 1.5 ലിറ്റർ പാത്രം കഴുകേണ്ട ലായനിയുടെ വിലയാണ് വെറും 115 രൂപ. എന്നാൽ നിങ്ങൾ കടയിൽ പോയിട്ട് വിമ്മ്, അത് വിമ്മാണെങ്കിലും പ്രില്ലാണെങ്കിലും റെഡി ടു യൂസ് ആണ്. നമ്മൾ ചിന്തിച്ച് നോക്കുക, പണ്ട് കാലത്ത് ഇപ്പൊ കഴിഞ്ഞ തലമുറയിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അല്ലെ. ചപ്പാത്തി കഴിക്കണമെന്ന് വിചാരിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കടയിൽ പോയി ഗോതമ്പ് വാങ്ങി അല്ലെ, റേഷൻ കടയിൽ വാങ്ങി അത് വാങ്ങി എന്താ പറയാ ചേറ്റി കഴുകി പൊടിച്ച് വറുത്ത് ചപ്പാത്തി പരത്തി, നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഇന്ന് എങ്ങനെ ചപ്പാത്തി? ഒരു 15 ചപ്പാത്തി ഓർഡർ ചെയ്താൽ പോരെ, സാധനം വീട്ടിലെത്തും. റെഡി ടു യൂസിന്റെ കാലഘട്ടമാണ്.
ബാക്കി ഉൽപ്പന്നങ്ങൾ ഇപ്പൊ പ്രില്ലും വിമ്മോ റെഡി ടു യൂസ് ഓൾറെഡി നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് ആ കമ്പനികൾ തന്നെ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമ്മുടേത് നമ്മളൊന്ന് ഡയലൂട്ട് ചെയ്യാനുണ്ട്. സോ ഇനി നിങ്ങൾ വിമ്മ് 1.5 ലിറ്റർ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 130 × 3 390 കൊടുക്കണം. ആ സമയത്ത് 115 രൂപയ്ക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. 275 രൂപ നമ്മുടെ ലാഭമാണ്. ഞാനിപ്പോ 2 പ്രൊഡക്റ്റുകൾ കമ്പയർ ചെയ്തു. ഈ 2 സെഗ്മെന്റ്, അതായത് ഒന്ന് നമ്മുടെ ബ്രാൻഡിലേക്ക് മാറിയാൽ കിട്ടുന്ന ലാഭം നമ്മളൊന്ന് കൂട്ടി നോക്കുക. 2 പ്രൊഡക്റ്റ് ഞാൻ കമ്പയർ ചെയ്തിട്ടുള്ളൂ. എന്നാലും നാട്ടുകാർ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണേ. ഓക്കെ. ദെൻ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു പ്രൊഡക്റ്റ് കാണാം. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, ഫ്ലോർ ക്ലീനിങ് സെഗ്മെന്റ് ആണ്. അതിന്റെ MRP 110 ആണ്. നമ്മുടെ സെഗ്മെന്റ് പ്രൊഡക്റ്റ് അതിന്റെ MRP 120 ആണ്. എന്നാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നത് 90 രൂപയ്ക്കാണ്. മാർക്കറ്റ് റേറ്റിനേക്കാൾ 20 രൂപ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു തരാം, ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു പറയുന്നത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് വരെ മലേഷ്യൻ മാർക്കറ്റിംഗ് വന്നിട്ടില്ല. അയാൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യത ഉള്ള ഉൽപ്പന്നം ലൈസോൾ ആണ് ഫ്ലോർ ക്ലീനിങ്ങിന്, അല്ലെ? അപ്പൊ അയാൾ 110 ആണ് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അയാളുടെ വീട്ടിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ എത്തുന്നു, നമ്മുടെ ബ്രാൻഡ് പരിചയപ്പെടുത്തുന്നു, അയാൾ ഐഡിയ അടിക്കുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു. 110 സ്ഥാനത്ത് 90 രൂപയ്ക്ക് ഉൽപ്പന്നം കിട്ടിയാൽ 20 രൂപയാണ് അയാളുടെ ലാഭം, അല്ലെ? ഇനി ഇത് ഗ്ലാസ് ക്ലീനിങ് സെഗ്മെന്റ് ആണ്. ഇപ്പൊ നിങ്ങള് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ ഇപ്പൊ ഒരു പക്ഷെ നമ്മുടെ കൂടുതലായിട്ട് വീടുകളിലൊക്കെ ഉപയോഗിച്ച് വരേണ്ട ഒരു ഉൽപ്പന്നമാണ്. കാരണം സ്മൂത്ത് സർഫസുകൾ അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയ ഇന്ന് നമ്മുടെ വീടുകളിൽ കൂടുതലാണ്, അല്ലെ? ഒന്ന് മൊബൈലിന്റെ സ്ക്രീൻ, ടാബ്ലറ്റ് സ്ക്രീൻ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, എന്തിന് കിച്ചൺ ക്യാബിനറ്റ്സ്. നിങ്ങൾ അനീസാറിന്റെ ഒക്കെ വീട്ടിൽ പോയവർക്ക് അറിയാം, അല്ലെ? ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊക്കെ കൺസ്ട്രക്ഷനിൽ ഗ്ലാസിന്റെ അളവ് എത്ര, ഭിത്തിയേക്കാൾ കൂടുതൽ ഗ്ലാസ് ഉള്ള അവസ്ഥയാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് 250 ml വില 62 രൂപയാണ്. ഇനി ഇത് നമ്മൾ 250 ml സ്ഥാനത്ത് ഞാൻ വിചാരിക്കണം എനിക്ക് 4 ലിറ്റർ വേണം, ഞാൻ ചെലവാക്കേണ്ട എമൗണ്ട് 124 ആണ്. എന്നാൽ അതേ സമയത്ത് ഞാൻ 500 ml സിംഗിൾ പാക്ക് വാങ്ങുകയാണെങ്കിൽ അതെനിക്ക് 104 രൂപയ്ക്ക് 20 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഏത് പ്രൊഡക്റ്റും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വലിയ പാക്കിങ് കസ്റ്റമർക്ക് എന്നും ലാഭകരമാണ്. ഇത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ പറ്റും. ചില ആൾക്കാർ നിങ്ങളോട് ചോദിക്കും, കവചപ്രാശം പകുതി ഉണ്ടോ, പേസ്റ്റ് ചെറുതുണ്ടോ? നമുക്ക് എന്ത് ചെയ്യാനാ, കമ്പനി തരുന്നതല്ലേ നമുക്ക് വിൽക്കാൻ പറ്റൂ. ആ ചോദ്യം വരാണ്ടിരിക്കണമെങ്കിൽ ആദ്യം അങ്ങോട്ട് പഠിപ്പിച്ചേക്കുക. കൂടുതൽ പാക്കിംഗ് സൈസ് നമുക്ക് കസ്റ്റമർക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് പറയാം. ഇനി 500 ml മാർക്കറ്റിലെ ബ്രാൻഡിന് 104 ആണെങ്കിൽ നമ്മുടെ ബ്രാൻഡിന് 85 രൂപയുള്ളൂ. MRPയിൽ പോലും നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല. കണ്ടോ, കാറ് അല്ല വാഹനങ്ങളുടെ ഗ്ലാസ് സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് പറ്റും. ഇനി കസ്റ്റമർ പ്രൈസ്, രജിസ്റ്റേർഡ് കസ്റ്റമർ പ്രൈസ് 70 രൂപ. ആലോചിച്ച് നോക്കണം, മാർക്കറ്റിനേക്കാൾ 34 രൂപ ഡിസ്കൗണ്ടിലാണ്. ഇനി ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടില് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാവരും ശ്രദ്ധിക്കണേ. കാലത്തെ തിരക്കിലായിരിക്കും, വീഡിയോ എത്ര പേര് ഓൺ ആക്കിയെന്ന് എനിക്ക് അറിയില്ല, കാരണം ഇപ്പൊ സ്ക്രീനെ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നിലമൊരുക്കണം എന്ന് പറയാം. അല്ലെ, ഇപ്പൊ ഒരു കർഷകൻ, ഒരു നല്ല കർഷകൻ കൃഷി ചെയ്യാൻ പോകുമ്പോൾ വെറുതെ കിടക്കുന്ന ഒരു പറമ്പിലേക്ക് കുറച്ച് വിത്ത് എടുത്തിട്ട് അങ്ങോട്ട് വാരി എടുത്തിട്ട് എറിയുകയാണോ ചെയ്യുക? ഒരിക്കലും അല്ല. ആദ്യം ആ നിലം ഒന്ന് ഒരുക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്, അല്ലെ? അതേപോലെ നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പോകുന്ന ഉൽപ്പന്നം അയാൾ സ്വീകരിക്കാൻ അയാളെ തയ്യാറാക്കുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ മാർക്കറ്റില് ഈ അടുത്തിടെ കുറച്ച് നാളുകൾക്ക് ഇപ്പുറത്തേക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പണ്ടില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിലുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് തുണി അലക്കാൻ രണ്ട് ഉൽപ്പന്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സോപ്പ് പൊടി, 2 അലക്ക് സോപ്പ് കട്ട. എന്നാൽ ഇന്ന് കുട്ടികളുടെ തുണി അലക്കാന്നും പറഞ്ഞൊരു സെഗ്മെന്റ് മാർക്കറ്റിൽ ഇപ്പൊ ഉണ്ട്. അതിലൊന്നാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഡിസിൻഫെക്റ്റന്റ് ബേബി ലിക്വിഡ് ലോണ്ടറി എന്നാണ് ഇതിന്റെ പേര്. ഞാൻ നമ്മുടെ മലബാർ ഹോസ്പിറ്റൽ അരിഞ്ഞിപ്പാലത്ത് അതിന്റെ അടുത്ത് സമീപത്തുള്ള കുട്ടികളുടെ ഡ്രസ്സും ഇതൊക്കെ വിൽക്കുന്ന കടയിൽ പോയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഇത് 500 ml വില 299 ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം. കാരണം ഈ അടുത്ത് നമ്മുടെ കേരള ആരോഗ്യ വകുപ്പിന് ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു കുട്ടികളിൽ അലർജി സംബന്ധമായ അസുഖങ്ങൾ വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ട്. അതായത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി
വളരെ താഴെയാണ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വീട്ടിൽ ചോദിച്ചാൽ അറിയാം, കുട്ടി 4 ദിവസം സ്കൂളിൽ പോയാൽ പിന്നെ ഒരു ദിവസം ലീവ് ആക്കേണ്ട സ്ഥിതി ഉണ്ട്. ഇത് എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ഗവൺമെന്റ് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഒന്ന്, ഈ കൊച്ചു കുട്ടികളുടെ തുണി അലക്കുന്ന ഉൽപ്പന്നങ്ങളിൽ വളരെ ഹാംഫുൾ ആയ കെമിക്കൽസിന്റെ അംശം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് പകരം മാർക്കറ്റിൽ കുട്ടികളുടെ തുണി അലക്കാന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് തന്നെ ഭൂമിയിൽ ഉണ്ടായി വന്നതിന്റെ കാരണം അതാണ്. അത് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ 500 ml വരുന്ന ഉൽപ്പന്നത്തിന്റെ വില 299, അതായത് 300 രൂപ. ബാക്കി 1 രൂപയുടെ കണക്ക് നമുക്ക് അറിയാലോ. എന്നാൽ അതേ സെഗ്മെന്റ്, അതായത് ഞാൻ ആ പ്രൊഡക്റ്റ്, ഇപ്പൊ നിങ്ങൾ കണ്ട പ്രൊഡക്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഞ്ഞൾ ടെസ്റ്റ്, കോമൺ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ ടെസ്റ്റ്, ആ പ്രൊഡക്റ്റിൽ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ പ്രൊഡക്റ്റിൽ ചെയ്താലും ഒരേ റിസൾട്ട് ആണ്. അതായത് സെയിം ക്വാളിറ്റി ആണ്. നമ്മുടേതും മഞ്ഞൾ ടെസ്റ്റ് പാസ്സാവുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതേ 500 ml വില വരുന്നത് 220 ആണ്. മാർക്കറ്റ് റേറ്റിനേക്കാൾ 80 രൂപ കുറവില്. എന്നാലും സുജിന മാഡം, നാട്ടുകാർ എന്താ പറയുന്നത്? വില കൂടുതലാണ്. അത് തന്നെ, താങ്ക് യു. ഓക്കെ, റെഡി. ഇനി അതിന്റെ നമുക്ക് കിട്ടുന്ന വില. സത്യം പറഞ്ഞാ നിങ്ങൾ ചില കാര്യങ്ങള് കേട്ട് വിട്ടാ പോരാ, നിങ്ങളൊന്ന് പഠിക്കണം. കാരണം ഞാനും തുടക്കത്തിൽ കുറെ പേര് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ അതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവര് പെരുമാറുന്ന ഞാൻ വിചാരിക്കും, അവൻ പറയുന്നത് ശരിയായിരിക്കും വിചാരിക്കും. പക്ഷെ എന്താണ് മാർക്കറ്റിൽ നമ്മളാ പഠിക്കേണ്ടത്, അല്ലെ? നമുക്ക് വളരാനേ പറ്റൂ. റൈറ്റ്. അടുത്തൊരു സെഗ്മെന്റ്, കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെഗ്മെന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ? 250 ഗ്രാം എക്സോ റൗണ്ട് ബാർ 32 രൂപ. നിങ്ങൾ കണ്ടിരുന്നില്ലേ? ഇപ്പൊ എന്താ പറയാ, പാത്രം കഴുകുന്നതിൽ ഇഞ്ചിയും നാരങ്ങയൊക്കെയാണ്, കുടിക്കുന്നതിൽ വേറെ ഫ്ലേവറുകളുമാണ് അല്ലെ? ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. 250 ഗ്രാം 32 രൂപ. പ്രിൽ 500 ഗ്രാമിന് 65 രൂപ. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. 500 ഗ്രാം 65 രൂപ. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. നിങ്ങളൊന്ന് ചാർട്ട് നോക്കുക. ഞാനിപ്പോ ഒരു 1/2 കിലോ പാത്രം കഴിയുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് മുടക്കേണ്ടത് 64 രൂപയായിരിക്കും അല്ലെ? വിമ്മിന്റെ 2 എണ്ണം എടുത്താൽ ആ സമയത്ത് നമുക്ക് അത് നോക്കിയാൽ പോലും നമ്മുടെ പ്രൊഡക്റ്റിന് തന്നെയാണ് ഡിസ്കൗണ്ട്. ഇനി ടൂത്ത് ബ്രഷ്, ഓറൽ ബി, ഇങ്ങനെ ബ്രാൻഡ് ചിലപ്പോൾ കേട്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവാം അല്ലെ? ഓറൽ ബി കേട്ടിട്ടുണ്ടാവാം. ദെൻ സെൻസോഡൈൻ കേട്ടിട്ടുണ്ടാവാം. 4 എണ്ണത്തിന്റെ വില 145 രൂപ. ഞാനിവിടെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക്, ഇപ്പൊ എന്റെ മകൻ ഒരു ബ്രഷ് വാങ്ങിയതാണ്. ആള് 1ാം ക്ലാസ്സിലാണ്. കുറച്ച് മുന്നേ ഒരു ബ്രഷ് വാങ്ങിയിരുന്നു. അപ്പൊ അതിന്റെ വില കണ്ടോ? ഒരു ബ്രഷിന്റെ വില 79 രൂപയാണ്. അത് 80 രൂപ. ഇനി നമ്മൾ കോൾഗേറ്റ് 4 എണ്ണത്തിന്റെ പാക്കിന്റെ വില 135 രൂപ. ഇത് നമ്മുടെ കോൾഗേറ്റിന്റെ മറ്റൊരു ബ്രാൻഡ് 4 എണ്ണത്തിന്റെ വില. പിന്നെ മാർക്കറ്റിംഗ് ആണ്. 4 എണ്ണത്തിന് പകരം ചിലപ്പോൾ 2 എണ്ണം വാങ്ങിയാൽ 2 എണ്ണം ഫ്രീ എന്നൊക്കെ അവർ പറയും. നെറ്റ് എഫക്റ്റ് 140 രൂപയാണ്. ഇത് നമ്മുടെ ബ്രാൻഡ്. നിങ്ങൾ MRP തന്നെ നോക്കിയാൽ മതി. നമ്മളോട് മത്സരിക്കാൻ ആരുമില്ല അല്ലേ? ദെൻ 95 രൂപയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടും. മാർക്കറ്റ് റേറ്റിനേക്കാൾ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അടുത്തത്, ഒരു പക്ഷേ ഈ സെഗ്മെന്റ് നിങ്ങൾ കടന്നു പോകണമെങ്കിൽ ഒരല്പം എഡ്യൂക്കേഷൻ കസ്റ്റമർക്ക് നിങ്ങൾ കൊടുക്കണം. ആക്ച്വലി നമ്മള് സോപ്പും പേസ്റ്റും വിൽക്കുന്നവരല്ല, നമ്മൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞത് പല ആൾക്കാർക്കും ദഹിക്കില്ല, പല ആൾക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പാർട്ടാണ്. നമ്മളൊരു ഇൻഡസ്ട്രി അല്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ബേസിക്കലി. പേര് ഡയറക്ട് സെല്ലിംഗ് എന്നാണെങ്കിലും ഇവിടെ ടെല്ലിംഗ് ആണ് കൂടുതൽ. സെല്ലിങ്ങിനേക്കാൾ കൂടുതൽ ടെല്ലിംഗ് ആണ് ഒരു വ്യക്തി ചെയ്യേണ്ട എഫേർട്ടും. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഞാനിത് പിന്നീട് മനസ്സിലാവുന്ന പറയാനുള്ള കാരണം, ഞാൻ പണ്ട് ഒരു ട്രെയിനിങ്ങിന് പോയപ്പോൾ ഒരു ട്രെയിനർ ഒരു കാര്യം പറഞ്ഞു. അത് എനിക്ക് കത്ത് ചെയ്ത്, അല്ലെങ്കിൽ അതെനിക്ക് മനസ്സിലായത് കുറെ കഴിഞ്ഞിട്ടാണ്. കാരണം ട്രെയിനർ അന്ന് ട്രെയിനിങ്ങിന് ഇടയിൽ കൂടെ പറയാണ്, പണമുള്ളവന്റെ പല അത്യാവശ്യങ്ങളും പണമില്ലാത്തവന്റെ അനാവശ്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ കേട്ട സമയത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ, കാരണം ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ്ങിന് പോയത്. പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കാരണം എന്നെ സംബന്ധിച്ച് അന്ന് ഞാൻ, പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് തിരക്ക് നിങ്ങൾക്കറിയാം, ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിരിക്കും. ഇപ്പൊ ഞാൻ ഇന്നലത്തെ ദിവസം കോഴിക്കോട് ഏകദേശം 3-3.5 മണിക്കൂർ ഞാൻ റോട്ടിലാണ്. പറയുമ്പോ ഒരു
എന്താ പറയാ, ഒരു 15 കിലോമീറ്റർ പോലും നിങ്ങളെ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല ഈ 3-3.5 മണിക്കൂർ കൊണ്ട്. കോഴിക്കോട് ജില്ലത്തെ കാര്യം ഞാൻ പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് കോഴിക്കോട് മാറി. അപ്പൊ അന്ന് ഞാൻ എറണാകുളത്തുള്ളപ്പോ ഞാൻ നോക്കുമ്പോൾ വലിയ ഇന്നോവ ഉണ്ടല്ലോ, ഇന്നോവയിൽ ആകെ ഒരാളുണ്ടാവും, ഓണർ വണ്ടി ഓടിച്ചു പോവുക, ബാക്കി വണ്ടിയുടെ സീറ്റൊക്കെ കാലി. ഞാൻ അന്ന് ബസ് സ്റ്റോപ്പിൽ വെയിലുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ വണ്ടി ഓടുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇവൻ എന്തൊരു മനുഷ്യനായി. പക്ഷെ അവൻ അങ്ങനെ ആ ഫീലിങ്ങില് AC ഇട്ട് പോയാലേ ആൾക്ക് അത് ജീവിക്കാൻ പറ്റൂ. ഞാൻ പറയണ മനസ്സിലായോ? ഒരിക്കൽ കൂടെ ഓർമ്മയിൽ വെച്ചോ, പണമുള്ളവന്റെ പല അത്യാവശ്യങ്ങളും പണമില്ലാത്തവന്റെ അനാവശ്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ എന്റെ സ്ഥിതി അതായിരുന്നു. പോട്ടെ. അപ്പോ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം. മാർക്കറ്റിൽ 2 ടൈപ്പ് ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഒന്ന് മെഡിക്കേറ്റഡ് കാറ്റഗറി, 2 നോർമൽ കാറ്റഗറി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മെഡിക്കേറ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ദന്ത രോഗം വന്നു, അല്ലെ മോണയിൽ വായിൽ പ്രശ്നം വന്നു, പല്ലുവേദന വന്നു, ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന കുറെ പേസ്റ്റ് ഉണ്ട്, നമ്മൾ നോർമലി പരസ്യത്തിലൊന്നും കാണാത്ത കുറച്ച് പേസ്റ്റുകൾ. എന്നാൽ ഏറ്റവും കൂടുതൽ ദന്ത ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്നതെന്ന് പരസ്യമുള്ള ഒരു പേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് കമ്പാരിസൺ എടുത്തത്. ഇത് സെൻസോറൈഡ് നിങ്ങൾ അധികം പേരും കേട്ടിട്ടുണ്ട്. ഇത് എത്ര ഗ്രാം ആണെന്ന് കാണുന്നുണ്ടോ? 205 രൂപ. 70 ഗ്രാമിന് 205. ഇതിന്റെ ഈ 70 ഗ്രാമിന്റെ ഇരട്ടി എത്രയാ? 140. അതെ, ഞാൻ നമ്മുടെ പേസ്റ്റിന്റെ വെയിറ്റ് കൂടെ കാണിച്ചു തരാം. അത് 140 വീണ്ടും കൊടുക്കണ ഒരു 10 ഗ്രാം കൂടെ, അല്ലെ 150 ഗ്രാമാണ്. നിങ്ങൾ വില എത്രയാന്ന് കണ്ടോ? എന്നാലും സുജന മാഡം, മറ്റേ ചോദ്യവും ഉത്തരവും ഒന്നും മറന്നു പോകരുത് നാട്ടുകാരുടെ. അതവിടെ കട്ടെ. ഇനി അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്, ഒരു വളരെ പ്രധാനപ്പെട്ട വാണിംഗ് ഈ ടൂത്ത് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കീപ് ഔട്ട് ഓഫ് റീച്ച് ഓഫ് ചിൽഡ്രൻ. അതായത് നിങ്ങൾ വീട്ടിൽ എലിവിഷോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ കാണാം, അതിൽ എഴുതി വെച്ച അതേ കാര്യമാണ് നിങ്ങൾ വായിലേക്ക് വെക്കുന്ന ഈ സാധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എഴുതി വെച്ചു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നമ്മൾ എല്ലാവരും കാണിക്കണം. ഇനി സാധാരണ ടൂത്ത് പേസ്റ്റ് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട വാണിംഗ് ആണ്, ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് 6 years മസ്റ്റ് ഫോളോ പാരന്റൽ ഗൈഡൻസ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മുതിർന്നവരുടെ ശിക്ഷണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. എന്നാൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ പറഞ്ഞ മെസ്സേജ് അല്ല. നോട്ട് ഫോർ യൂസ് ബൈ ചിൽഡ്രൻ അണ്ടർ 12. 12 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് അല്ലേ? 7ാം ക്ലാസ്സുള്ള കുട്ടി പോലും ഈ സാധനം തൊടാൻ പാടില്ല എന്നാണ് ഇതിലെ വാണിംഗ്. എന്തുകൊണ്ട് ഇത് എഴുതിയെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് സമയമില്ല, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞാൻ പ്രൈസ് കമ്പാരിസൺ ആണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പാർട്ട്. ചിന്തിച്ചു നോക്കൂ, 70 ഗ്രാമിന് 205. ഈ ചാർട്ട് നിങ്ങളൊന്ന് കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ വ്യത്യാസത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്ര വ്യത്യാസം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദെൻ ഇനി നമ്മളൊരു വീട്ടിൽ പേസ്റ്റ് മേടിച്ച് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അയാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, 150 രൂപയുടെ പേസ്റ്റോ? പടച്ചോനെ, ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ ട്രെയിനിങ് ഒക്കെ അവിടെ തീർന്നു. പിന്നെ അയാളുടെ ട്രെയിനിങ്ങിനെ വില ഉള്ളൂ, പിന്നെ ലീഡർ പറഞ്ഞതിനൊന്നും വിലയില്ല. ഓക്കെ, 150 രൂപയുടെ പേസ്റ്റ് വേണ്ട. നെക്സ്റ്റ് ആയിട്ട് അയാൾ ഉപയോഗിക്കാൻ പോണത് കോമൺ ഇത്തരം പേസ്റ്റ് ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇത് എത്ര ഗ്രാം ആണെന്ന് നമ്മൾ നോക്കുക. 100 ഗ്രാം, വില 69. ഇത് മറ്റൊരു സെഗ്മെന്റ്, മറ്റൊരു ബ്രാൻഡ്, ഇത് 100 ഗ്രാം 65. അങ്ങനത്തെ കസ്റ്റമറെയും നമ്മൾ കളയണ്ട. നമ്മുടെ 100 ഗ്രാം ന്യൂ സ്റ്റാറിന്റെ വില വരുന്നത് 55 രൂപയ്ക്ക് കസ്റ്റമർക്ക് കിട്ടും. അതായത് മാർക്കറ്റ് റേറ്റിനേക്കാൾ 10 രൂപയെങ്കിലും കുറവിൽ അയാൾക്ക് ഈ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും. ഇനി സോപ്പുകൾ അല്ലെ, ഈ ബ്രാൻഡ് കണ്ടവരും ഉപയോഗിച്ചവരും ഈ കൂട്ടത്തിൽ ഉണ്ടാവും. ഈ പറഞ്ഞ ബ്രാൻഡുകൾ താഴെ ലിവർ ആയുഷൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ട കുറച്ച് സെഗ്മെന്റഡ് സോപ്പുകളാണ് അല്ലെ? ഇത് കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ സെഗ്മെന്റ്. നിങ്ങൾ നോക്കുക, ഏറ്റവും വിലക്കുറവ് ഏതിനാന്ന് നോക്കുക. അപ്പൊ നോക്കുമ്പോ പറയും 32 രൂപ. പക്ഷെ അളവ് നോക്കിയാൽ 75 ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ച ഒരു 9ഓളം സെഗ്മെന്റുകൾ ഞാനൊന്ന് കമ്പയർ ചെയ്തു. ഞാനൊന്ന് കാണിക്കാം. അതായത് ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ് ലിക്വിഡ്, ഫ്ലോർ ക്ലീനർ, അങ്ങനെ ഒരു 9ഓളം സെഗ്മെന്റുകൾ ഇപ്പൊ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 9ഓളം സെഗ്മെന്റ് കമ്പയർ ചെയ്തു. ആവറേജ് മാർക്കറ്റിലെ വില എത്രയെന്ന് അറിയാമോ?
1650 രൂപയാണ് മാർക്കറ്റിലെ ആവറേജ് മാർക്കറ്റ് പ്രൈസ്. ഒരേ അളവ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങണമെങ്കിലും നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന വില. എന്നാൽ അതേ സെഗ്മെന്റ് ID അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 825 രൂപയാണ്. അതായത് മാർക്കറ്റ് റേറ്റിന്റെ ശരിക്കും പറഞ്ഞാൽ 50% ഡിസ്കൗണ്ടിലാണ് നമ്മൾ നമ്മുടെ ബന്ധുവിനോ സുഹൃത്തിനോ ഉൽപ്പന്നം കൊടുക്കുന്നത്, അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കുടുംബം പോയിട്ട് ഒരാൾക്ക് അറിയാം, അയാൾ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ, മൈലേജ് സ്റ്റൈൽ ID ഉള്ള ഒരാളായിരുന്നെങ്കിൽ 5 ലക്ഷം മുടക്കിയാൽ മതി എന്നാ ഞാനിപ്പോ കാണിച്ച ചാർട്ടിന്റെ അർത്ഥം. അതായത് മാസം 2000 മുടക്കണ്ടോന് 1000 മുടക്കിയാൽ മതി. ഹലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ സ്ലൈഡ് ഷെയറിംഗ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാനൊരു 9 സെഗ്മെന്റ് ഇപ്പൊ കമ്പയർ ചെയ്തിട്ടുള്ളൂ, അല്ലെ? നിങ്ങളൊന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു കസ്റ്റമർ പറയുന്ന ഒരു അഭിപ്രായത്തിന്റെ പുറമെ നമ്മൾ പോണ്ട. പല ആൾക്കാരുണ്ടല്ലോ, അയാളെ ഇങ്ങോട്ട് കൂട്ടാനാണ് പോയതെങ്കിലും അവിടുത്തെ അയാളുടെ ട്രെയിനിങ് കിട്ടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൂടി പോവുകയാണ്. ചിന്തിക്കണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ നമ്മൾ പോകരുത്. നമ്മൾ ഈ പറയുന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ? അതൊക്കെ ഞാൻ വൈഫിന്റെ കൂടെയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസിങ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ എന്റെ കയ്യിലെടുത്ത ഫോട്ടോ, നിങ്ങൾ ഏത് ഫോട്ടോന്റെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കയ്യിന്റെ ചിത്രം കാണാം, അത് എന്റെ കയ്യാ. അതായത് ഞാൻ അവിടെ പോയിട്ട് ഇത് അനലൈസ് ചെയ്യുന്നതാ. ഇനി നിങ്ങൾക്ക് ഞാനിത് വിലയില് എന്താ പറയാ ഒരു ഇപ്പോഴത്തെ ദൂരം ഒന്ന് കാണിച്ചു തരാം. ഞാനിത് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ നളന്ദ GTS കഴിഞ്ഞ് പോകുമ്പോ നമ്മുടെ ഹാർപിക്കിന്റെ ഇത് നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, ക്ലാരിറ്റി ഉണ്ടോന്ന് അറിയില്ല. കാണുന്നില്ല. 110 രൂപയാണ് ഇപ്പോ. 110 രൂപയാണ് ഇപ്പൊ പുതിയ പാക്കിങ്ങിന്റെ വില. നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ താഴെ കല്യാൺ ജ്വല്ലേഴ്സിന് ഡ്രസ്സ് എടുക്കാൻ കയറിയപ്പോ ഇവരിങ്ങനെയാണല്ലോ മാർക്കറ്റിങ്ങിന്റെ കപ്പാസിറ്റി ചെയ്താ. ഞാൻ മുകളിൽ കയറി ഡ്രസ്സ് എടുത്തു. അപ്പൊ ഒരു ബില്ലിന്റെ സാറിന് താഴെ ഞങ്ങളുടെ ഗ്രോസറി സെഗ്മെന്റിൽ പോയി കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സാറിന് ഒരു 180 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാർ ഉപയോഗിച്ച് തീർക്കണം പറഞ്ഞു. അപ്പൊ എനിക്കറിയാം അടുത്ത ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വരില്ല. അതുകൊണ്ട് അപ്പൊ തന്നെ കയറി ആ 150 ചിലവാ ലാഭിക്കാൻ വേണ്ടി കയറി. ഇതാണ് ഇന്നത്തെ കാലഘട്ടം. സോ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി, ക്വാളിറ്റിയെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അല്ലെ? സോ ഇത്രയും പ്രോഫിറ്റബിൾ രൂപയുടെ സാധനം 100 രൂപ വിപ്പിച്ചിട്ടല്ല, മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലക്ക് കൊടുത്തിട്ടാണ് നമ്മൾ. ഹലോ, കട്ടായി പോകുന്നുണ്ട്, വേറെ പൂർണ്ണമായിട്ട് കേൾക്കുന്നില്ല. എന്നാലല്ലേ നമുക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബന്ധുക്കളില്, ചുറ്റുവട്ടത്ത്, സുഹൃത്തുക്കളില്, അയൽവാസികളില് ഈ പറഞ്ഞ ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അതായത് ആരാണോ ഈ ബഡ്ജറ്റില് ഈ ഒരു കുറവ്